ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ 2024 ജൂൺ നെറ്റ് എക്സാം പ്രിപ്പറേഷൻ വളരെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ടേ കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോയിലായിട്ട് ഏത് രീതിയിൽ കൃത്യമായിട്ട് പഠനം മുന്നോട്ടേ കൊണ്ടുപോകണം, കഴിഞ്ഞ പരീക്ഷയിൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ എങ്ങനെ റിക്കവർ ചെയ്യാം, അതുപോലെ ടൈം ടേബിൾ എങ്ങനെ തയ്യാറാക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞതാണ്. ആ വീഡിയോ കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടൈം ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ കഴിഞ്ഞ തവണ മിസ്സായതിൽ നിന്നും നമുക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളത്. ഈ 2 വീഡിയോയ്ക്ക് ശേഷം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് 30 മാർക്ക് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നേടിയെടുക്കാം എന്നുള്ളതാണ്. UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 30 മാർക്ക് വളരെ ഈസി ആയിട്ട് നേടാം. അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ തികച്ചും സൗജന്യമായിട്ട് ഞങ്ങൾ നൽകി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അറിയാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഫസ്റ്റ് പേപ്പറിന്റെ 3ാമത്തെ യൂണിറ്റ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഈ ഒരു യൂണിറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് എന്നുള്ളത് നമ്മൾ മെയിൻ പേപ്പറിൽ ഈ ഒരു ഭാഗം ആവർത്തിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ്. നമുക്കറിയാം, നമുക്ക് 2 പേപ്പറുകളാണ് ഫസ്റ്റ് പേപ്പർ. അതിൽ 50 ചോദ്യങ്ങൾ 100 മാർക്കിനുള്ളത്, സെക്കൻഡ് പേപ്പറിൽ 100 ചോദ്യങ്ങൾ 200 മാർക്ക്. അപ്പൊ ഇതിൽ ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് 5 ചോദ്യങ്ങൾ 10 മാർക്കിനും, നമ്മുടെ സെക്കൻഡ് പേപ്പറിൽ 10 ചോദ്യങ്ങൾ 20 മാർക്കിനും ഈ പറഞ്ഞ റീഡിംഗ് കോംപ്രിഹെൻഷൻ ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ 30 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്നത്. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ഹാബിറ്റ്, അതുപോലെ തന്നെ PYQ പ്രാക്ടീസ് എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളിൽ PYQ പ്രാക്ടീസിന് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇനി മുതൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിലൂടെ ലഭിക്കും. അതിന്റെ ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കും. നമുക്ക് അവസാന ഭാഗത്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ 1ാമത്തെ കാര്യം, എന്താണ് ആക്റ്റീവ് റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ 2 കാര്യങ്ങൾ ചെയ്യാം. ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാം, അതുപോലെ തന്നെ ബാങ്കിങ് എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും അതിന്റെ ആർട്ടിക്കിൾസും ഒക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ 1ാമത്തെ സ്റ്റെപ്പ് പൂർത്തിയായി. ഡെയിലി നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ദിവസം അടയാളപ്പെടുത്തുന്നതിന് പകരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത ദിവസങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ഒരു മാസത്തെ കലണ്ടർ എടുക്കുക, അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത ദിവസങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പം 30 ദിവസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 25 ദിവസമെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഹാബിറ്റ് നമ്മുടെ പഠനത്തിലേക്ക് കൊണ്ടുവരിക. ഡെയിലി നമ്മൾ ഒരു പേപ്പർ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വായിക്കാം. അത് ഇംഗ്ലീഷ് പേപ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ ആർട്ടിക്കിൾസും ഒക്കെ നമുക്ക് വായിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൽ വായിക്കാം, മൊബൈൽ ഉണ്ടെങ്കിൽ അതിൽ വായിക്കാം, അതുപോലെ തന്നെ ലൈബ്രറിയിലൊക്കെ പോയിട്ട് നമുക്ക് വായിക്കാം. ആ കാര്യങ്ങൾ നമ്മളൊന്ന് അടയാളപ്പെടുത്തുക. ഓരോ ദിവസം വായിക്കും തോറും അടുത്ത ദിവസത്തെ പേപ്പറിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പുരോഗതി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേറെ ആരുടെയും സഹായം വേണ്ട. ഇതിന് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളിൽ ഒരു കാര്യം നമ്മൾ ഫ്രീ ആയിട്ട് നൽകാമെന്ന് പറഞ്ഞു. 1ാമത്തെ കാര്യം, അതുകൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ട് ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ചെയ്യാത്ത ദിവസങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതിയാകും. ഒരു മാസത്തിൽ ഒരു 25 ദിവസമെങ്കിലും നമ്മൾ ഇതിനായിട്ട് സമയം കണ്ടെത്തുക. നമ്മൾ പുറത്തു പോകുന്ന അവസരത്തിലും നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്തും നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലും വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇതിനില്ല. ഇനിയാണ് 2ാമത്തെ കാര്യം, നിലവിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള നമുക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അത് മെയിൻ സബ്ജക്റ്റിന്റെയും അതുപോലെ തന്നെ ജനറൽ പേപ്പറിന്റെയും. നമുക്കറിയാം, 5ഓ 6ഓ സെറ്റ് പരീക്ഷകളിലായിട്ട് ഇപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ മെയിൻ പേപ്പറിൽ ചോദിക്കുന്നുണ്ട്. 10 ചോദ്യങ്ങൾ 20 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വേറൊരു യൂണിറ്റ് ഇല്ല. PYQ ഇതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ നാളെ മുതൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ പേര് സെർച്ച് ചെയ്താൽ മതി, സംസ്കൃതി UGC നെറ്റ് ആൻഡ് JRF എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ PYQ പ്രാക്ടീസിന്റെ കാര്യത്തിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത ദിവസങ്ങൾ മാർക്ക് ചെയ്യുക. ഈ ചെയ്യാത്ത ദിവസങ്ങൾ മാർക്ക് ചെയ്യുന്നത് നമ്മൾ
ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചെയ്യാത്ത ദിവസങ്ങൾ മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇതിനായിട്ട് കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കേണ്ട. നിങ്ങൾക്കൊരു ഒരു ഡേ ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട്, ഒരു മാസത്തെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത ദിവസങ്ങൾ മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സമയം ചെലവഴിക്കേണ്ട വർക്കായിട്ട് വരേണ്ടതില്ല. നമ്മൾ ഡെയിലി ചെയ്യുന്നത് മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനായിട്ടൊരു സമയം ചെലവഴിക്കേണ്ടി വരും. എന്നാൽ ചെയ്യാത്ത ദിവസങ്ങൾ മാർക്ക് ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഡെയിലി ചെയ്യണമെന്ന് തീരുമാനിക്കുക, 30 മാർക്ക് നമ്മൾ നേടിയെടുക്കുമെന്ന് തീരുമാനിക്കുക. ഈ കാര്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 മാർക്ക് ലഭിക്കും. 2 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റീഡിങ്, PYQ പ്രാക്ടീസ്. PYQ പ്രാക്ടീസ് ഇനി മുതൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ അതിന്റെ ലിങ്കുകൾ ലഭിക്കും. നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അത് ജനറൽ പേപ്പറിലെയും നിങ്ങളുടെ മെയിൻ പേപ്പറിന്റെയും റീഡിംഗ് കോംപ്രിഹെൻഷൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനി മുതൽ ലഭിച്ചു തുടങ്ങും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമ്മൾ തുടക്കം മുതലേ പറഞ്ഞതാണ്, പ്രിപ്പറേഷന്റെ ആദ്യഘട്ടങ്ങളിൽ സിലബസിനെ മനസ്സിലാക്കാതെ, സിലബസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ, നോട്ടുകൾ തയ്യാറാക്കാതെയുള്ള PYQ പ്രാക്ടീസ് അത് ഏത് വിഷയത്തിൻ്റെതായാലും ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. തീർച്ചയായിട്ടും നിങ്ങൾ സിലബസ് ബേസ് ആയിട്ട് പഠിച്ചു പോവുക. എന്നാൽ ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാര്യങ്ങൾ മാത്രമേ നമുക്കിതിൽ ചെയ്യാനുള്ളൂ. അത് ഇഫക്റ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ PYQs നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന രീതിയിൽ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്താലും മതിയാകും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.